ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ആറന്മുള പള്ളിയോടങ്ങൾ നീരെണിയുന്ന കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം തന്നെ പള്ളിയോടങ്ങൾ എന്താണെന്ന് പറയാം. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയുടെ ഭാഗമായി ആറന്മുളയിലെ 52 കരകളിൽ നിന്നും എത്തുന്ന ചുണ്ടൻ വള്ളങ്ങളെയാണ് പള്ളിയോടങ്ങൾ എന്ന് വിളിക്കുന്നത്. എല്ലാ കൊല്ലവും നടക്കുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ഓണം എന്നീ ചടങ്ങുകൾക്കായി ഒരു വർഷത്തെ കാത്തിരിപ്പിനും മിനുക്കുപണികൾക്കും ശേഷം പള്ളിയോടങ്ങൾ പമ്പാനദിയിൽ ഇറക്കുന്ന ചടങ്ങാണ് നീരണീക്കൽ എന്നത്. തിരുവാറുമുളയപ്പന്റെ പൊന്നുകെട്ടിയ പള്ളിയോടമായ മല്ലപ്പുഴശ്ശേരിയുടെ പള്ളിയോടം നീരണീക്കുന്ന ചടങ്ങുകൾ കാണാനാണ് ഇക്കൊല്ലവും അവസരമുണ്ടായത്. പള്ളിയോടം സംരക്ഷിച്ചിരിക്കുന്ന വള്ളപ്പുരയ്ക്കടുത്തുള്ള ക്ഷേത്രത്തിലെ പൂജകൾക്കും ചടങ്ങുകൾക്കും ശേഷം വഞ്ചിപ്പാട്ടിന്റെ അകമ്പടിയോടുകൂടി വള്ളപ്പുരയിൽ നിന്നും പള്ളിയോടം നദിയിലേക്ക് ഇറക്കുന്നു. വള്ളപ്പുര മുതൽ കടവ് വരെ തെങ്ങിൻ മടലുകൾ അടുക്കി വെച്ച് അവയുടെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റും വിരിച്ച് അതിനു മുകളിൽ എണ്ണയൊഴിച്ച് മിനുസപ്പെടുത്തിയ പ്രതലത്തിലൂടെയാണ് പള്ളിയോടം കൊണ്ടുപോകുന്നത്. ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളും വ്രതശുദ്ധിയും ഒക്കെ അനുഷ്ഠിച്ചാണ് പള്ളിയോടത്തിൽ ആളുകൾ കയറുന്നതും തുഴയുന്നതും എല്ലാം. ചരിത്രപരമായും സാംസ്കാരികപരമായും ഏറെ പ്രത്യേകതകളുള്ള ഒരു പുണ്യപുരാതന ഭൂമിയാണ് ആറന്മുള. അവിടെ നടക്കുന്ന ഏറെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് ആറന്മുള വള്ളംകളിയും വള്ളസദ്യയും. അതിന് തുടക്കം കുറിക്കുന്ന ചടങ്ങാണ് പള്ളിയോടം നീരണീക്കുന്നത്.